നിലമ്പൂരിൽ ആരായിരിക്കും UDF സ്ഥാനാർത്ഥി? കോൺഗ്രസ് ആണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. എന്നാൽ ഇതുവരെയും സ്ഥാനാർത്ഥിയായില്ല. ചർച്ചകൾ നടക്കുകയാണ്. ആര്യടൻ ഷൗക്കത്തിനെ തീരുമാനിച്ചിരുന്നു കോൺഗ്രസ് നേതൃത്വം. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയുണ്ടായില്ല. മണിക്കൂറുകൾക്കകം പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞത് വൃഥാവിലാവുകയും ചെയ്തു. വലിയ തർക്കമാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോൾ നിലമ്പൂരിൽ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് തീരുമാനിച്ചു. എന്നാൽ PV അൻവർ അതിന് ഉടക്ക് വെച്ചു. PV അൻവർ പരസ്യമായി രംഗത്ത് വന്നു. പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ആര്യടൻ ഷൗക്കത്ത് മത്സരിക്കുകയാണെങ്കിൽ താൻ തന്നെ മത്സര രംഗത്തിറങ്ങും എന്നുവരെ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് VS ജോയിയുടെ പേരാണ് പരിഗണിച്ചത്. VS ജോയും അസംതൃപ്തിയുമായി രംഗത്ത് വന്നു. കോൺഗ്രസ് നേതൃത്വത്തെ തന്റെ നിലപാട് അറിയിച്ചു എന്നാണ് അറിയുന്നത്. ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്നാണ് DCC പ്രസിഡന്റ് കൂടിയായ VS ജോയി ഇപ്പോൾ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കളികൾ അങ്ങനെ പടർന്ന് പന്തലിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം തർക്കം കോൺഗ്രസിനകത്തുണ്ടാകുന്നു. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച VV പ്രകാശ് ഉണ്ട്. അന്ന് DCC പ്രസിഡന്റായിരുന്നു VV പ്രകാശ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പേ അന്തരിച്ചു. നേരിയ വോട്ടിനാണ് അന്ന് PV അൻവറിനോട് പരാജയപ്പെട്ടത് VV പ്രകാശ് എന്ന് എല്ലാവർക്കും അറിയാം. അന്ന് ആര്യടൻ ഷൗക്കത്തിനെയും കൂടി പരിഗണിച്ചിരുന്നു. എന്നാൽ ആര്യടൻ ഷൗക്കത്തിനെ DCC പ്രസിഡന്റാക്കി VV പ്രകാശിനെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുകയാണ് ചെയ്തത്. രണ്ടുപേരും തമ്മിൽ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള തർക്കമുണ്ടായിരുന്നു. ആ തർക്കം വാർത്തയാവുകയും ആ തർക്കം എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. ആര്യടൻ ഷൗക്കത്തിന് മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ട്. ആര്യടൻ മുഹമ്മദ് ഏറെക്കാലം മണ്ഡലത്തിൽ MLA ആയിരുന്നു. ആര്യടൻ ഷൗക്കത്തിന്റെ തട്ടകമാണ് നിലമ്പൂർ. അവിടെ VV പ്രകാശ് വന്ന് മത്സരിച്ചപ്പോൾ ആര്യടൻ ഷൗക്കത്തിന്റെ അനുയായികൾ വോട്ട് ചെയ്തില്ല എന്ന ആരോപണം ഉയർന്നു വന്നു അന്ന്. ഇപ്പോൾ ഇതെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് VV പ്രകാശിന്റെ മകൾ രംഗത്ത് വന്നിരിക്കുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. എന്തുകൊണ്ടാണ് ഇപ്പോൾ അത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എങ്കിലും ആരാണ് ഇതിന് പിറകിൽ കളിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: അച്ഛൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല. ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും എൻ്റെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛന്. ശരീരം വിട്ടുപിരിഞ്ഞെങ്കിലും അച്ഛൻ്റെ പച്ച പിടിച്ച ഓർമ്മകൾ ഓരോ നിലമ്പൂർക്കാരുടെയും മനസ്സിൽ എരിയുന്നുണ്ട്. അതൊരിക്കലും കെടാത്ത തീയായി പടർന്നുകൊണ്ടിരിക്കും. ആ ഓർമ്മകൾ മാത്രം മതി എൻ്റെ അച്ഛന് മരണമില്ലെന്ന് തെളിയിക്കാൻ. നന്ദന പ്രകാശ് VV പ്രകാശിന്റെ മകളിട്ട പോസ്റ്റാണ്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ ഇത്തരമൊരു പോസ്റ്റ് വന്നത്? വളരെ പ്രാധാന്യമുണ്ട് രാഷ്ട്രീയമായി അതിന്. കാരണം ആര്യടൻ ഷൗക്കത്തും VV പ്രകാശും തമ്മിലുള്ള തർക്കം, ആര്യടൻ ഷൗക്കത്ത് VV പ്രകാശിന്റെ കാലുവാരി എന്ന ചർച്ചകൾ ഒക്കെ നിലമ്പൂരിൽ ഇപ്പോഴുമുണ്ട്, കോൺഗ്രസിനകത്ത് ഇപ്പോഴുമുണ്ട്. അതൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നന്ദന പ്രകാശ്. ആരാണ് നന്ദന പ്രകാശിനെ രംഗത്തിറക്കിയത്? PV അൻവർ ആണോ VS ജോയി ആണോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. എന്ന് വെച്ചാൽ കളികൾ വിവിധ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതറ്റം വരെയും പോകാൻ PV അൻവറും തയ്യാറാകുന്നു, VS ജോയിയും തയ്യാറാകുന്നു, ആര്യടൻ ഷൗക്കത്തും തയ്യാറാകുന്നു. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നന്ദന പ്രകാശിനെ ഇപ്പോൾ രംഗത്തിറക്കിയത്. ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യില്ല, VV പ്രകാശിനെ സ്നേഹിക്കുന്നവർ വോട്ട് ചെയ്യില്ല. VV പ്രകാശിന്റെ ഓർമ്മകൾ ഇപ്പോഴുമുണ്ട് നിലമ്പൂരിൽ, എല്ലാവരുടെ മനസ്സിലും അത് എരിയുന്നുണ്ട് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ആ എരിയലിൽ തീർന്നു പോകും, തോറ്റുപോകും ആര്യടൻ ഷൗക്കത്ത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നന്ദന പ്രകാശ് ചെയ്യുന്നത്. കോൺഗ്രസ് നേതൃത്വത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ തർക്കങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയാൻ കാരണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത്ര എളുപ്പമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് നിലമ്പൂരിൽ എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതോടൊപ്പം തന്നെ PV അൻവറുടെ നിലപാടുകൾക്ക്, PV അൻവർ പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു തരത്തിലും വഴങ്ങേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിൽ മറ്റു തരത്തിൽ സമ്മർദ്ദം ഇപ്പം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴങ്ങേണ്ട കാര്യമില്ല. അങ്ങനെ വഴങ്ങിയാൽ അത് വലിയ തിരിച്ചടി ഭാവിയിൽ കോൺഗ്രസിനുണ്ടാക്കും. കോൺഗ്രസ് PV അൻവറിന് മുന്നിൽ മുട്ടുമടക്കി എന്ന ചർച്ചകൾ വരും. അത് കോൺഗ്രസിന് ആകെ ക്ഷീണമാകും എന്ന ചർച്ചകളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആകെ അങ്കലാപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞവർ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അടൂർ പ്രകാശ് UDF കൺവീനറാണ് പറഞ്ഞത് സമയമുണ്ടല്ലോ 2-ാം തീയതി വരെ എന്ന്. KC വേണുഗോപാലിനോട് ഇതേ കാര്യം പറഞ്ഞപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് ആദ്യം പ്രഖ്യാപിക്കും ഞങ്ങൾ എന്നാണ്. 24 മണിക്കൂർ എന്നത് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വിഴുങ്ങിയിട്ടുണ്ട് എന്നർത്ഥം.
നമസ്കാരം.